ബീഹാറിലെ 243 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും തന്റെ പാർട്ടി മത്സരിക്കുന്നില്ല. വേണമെങ്കിൽ ഒരു വിലപേശൽ നടത്താനുള്ള അവസരമുണ്ടായിട്ടും മുന്നണി മര്യാദയുടെ പേരിൽ പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്തു. അതിനു പുറമെ ചൂടേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുത്ത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തുകയും ചെയ്തു. സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഉത്തർപ്രദേശിലെ കരുത്തരായ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ഒരു ശക്തി കേന്ദ്രമല്ലെങ്കിലും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇത്തവണ സ്വന്തം പാർട്ടിക്ക് വേണ്ടി സീറ്റുകൾ ആവശ്യപ്പെടാതെ സഖ്യകക്ഷികളായ രാഷ്ട്രീയ ജനതാദൾ, കോൺഗ്രസ് എന്നിവയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാനാണ് അഖിലേഷ് യാദവ് തീരുമാനിച്ചത്. മാത്രമല്ല, നവംബർ 1 മുതൽ 5 വരെ ബീഹാറിലുടനീളം 25-ലധികം റാലികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നിൽ അധികാരം പിടിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ വലിയ പോരാട്ടത്തിൽ സ്വന്തം പാർട്ടിയുടെ നേട്ടങ്ങളെക്കാൾ സഖ്യത്തിന്റെ വിജയത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. BJP നയിക്കുന്ന ബീഹാറിലെ ഭരണകക്ഷിയായ NDA വർഗീയതയിലും മതവിദ്വേഷത്തിലും വ്യക്തി അധിക്ഷേപങ്ങളിലും പ്രചാരണം നയിക്കുമ്പോൾ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഇന്ത്യ മുന്നണി ഉയർത്തുന്നത്. കുറിക്കുകൊള്ളുന്ന വാക്കുകളിൽ സരസമായി സംസാരിക്കുന്ന അഖിലേഷ് യാദവ് ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ കയ്യിലെടുക്കുന്നു. യുവാക്കൾക്കും കർഷകർക്കും വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും RJDയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് മാത്രമേ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കഴിയൂ എന്നും ഓരോ വേദിയിലും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. അഖിലേഷ് പങ്കെടുക്കുന്ന റാലികളിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടാകുന്നത് മുന്നണിയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് എന്നിവർക്കൊപ്പം മുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനറായി അഖിലേഷ് ഇതിനകം മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഭാര്യ ഡിംപിൾ യാദവ് അടക്കം സമാജ്വാദി പാർട്ടിയിലെ 20ഓളം പ്രമുഖ നേതാക്കളെ അദ്ദേഹം ബീഹാറിൽ രംഗത്തിറക്കുകയും ചെയ്തു. ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ചെറുപ്പക്കാരും തൊഴിലാളികളും അടങ്ങുന്ന ബീഹാരി വോട്ടർമാരിലെത്തിക്കാൻ അഖിലേഷിന് കഴിയുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുന്നണി സംവിധാനത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ എങ്ങനെ ഇടപെടണം എന്നതിന്റെ സാക്ഷ്യമാണ് അഖിലേഷ് യാദവിന്റെ ഈ പ്രചാരണ പങ്കാളിത്തം. ഈ കടുത്ത പോരാട്ടത്തിൽ മുന്നണിയുടെ ഐക്യവും പുരോഗതിയും ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങുന്ന അഖിലേഷ് രാജ്യത്തിന്റെ ശോഭനമായ ഭാവിയിലേക്ക് തന്നെയാണ് വഴികാട്ടുന്നത്.